ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നോമ്പൊക്കെ ആയിട്ട് എന്താ ഈ ചോറും കൂട്ടാനൊക്കെ ആയിട്ട് വന്നേക്കണം എന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നാലാണെങ്കിലോ മീൻ മേടിക്കാനൊരു പൂതി. അങ്ങനെ ഇന്ന് അയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് നല്ല മാങ്ങൊക്കെ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. കഴിക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല, നോമ്പല്ലേ. എന്നാണെങ്കിൽ ഒരു നോമ്പ് തുറയുണ്ട് നമുക്ക്. പിന്നെ വന്നിട്ട് നേരമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ അതേ മാങ്ങൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. മാങ്ങൊക്കെ മൂത്ത് തുടങ്ങിയേക്കണ്, പഴുത്ത് വീഴണമുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു പച്ച മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട്. പച്ചയല്ല, കുറച്ചൊക്കെ മൂത്തേക്കണം. ഒരു മാങ്ങ തന്നെ ഇട്ടാൽ മതി, നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ എടുത്തു പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ചെത്തി റെഡിയാക്കി എടുക്കട്ടെ. അപ്പോഴേക്കും കറിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറിനുള്ള വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അയിലക്കറി, അതുപോലെ തന്നെ അയില പൊരിച്ചത്, പിന്നെ പപ്പടം, ചോറ്, നല്ല റേഷൻ അരിയുടെ ചോറ്, അതൊക്കെയാണ് കേട്ടോ ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് എന്താ പറയുക, അത്യാവശ്യം വലിയ അയില തന്നെ ആയിരുന്നു കേട്ടോ. പൊരിച്ചപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് തന്നെ ചോറൊക്കെ ഒന്ന് ആയിട്ടുണ്ടായിരുന്നു, തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചു കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഒരു പണികളൊക്കെ കണ്ട് കഴിച്ച് അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ട് അങ്ങോട്ട് പോകാമല്ലോ, അത് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അപ്പുറത്ത് തന്നെ പപ്പടം കൂടെ പൊരിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് അങ്ങനെ ചോറ് കറി അങ്ങനെയൊക്കെ ആക്കിയിട്ട് പത്തിരി അല്ലെങ്കിൽ അങ്ങനെ പൊരി കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നൊരു പൂതി ചോറും കറിയൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞ് ഒരുപാട് വെള്ളം കുടിച്ചിട്ട് പിന്നെ ഒന്നും വേണ്ട കേട്ടോ. എല്ലാവരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. എന്നാലും ഉണ്ടാക്കണതിനിട്ടൊരു കുറവുമില്ല അല്ലേ. അങ്ങനെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കറി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മീൻ പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട്, പപ്പടം പൊരിച്ചു, പിന്നെ ചോറ് ദേ ഊറ്റിയെടുക്കണം. അങ്ങനെ എല്ലാ പണികളും ഏറെക്കുറെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.